ഹായ് ഹലോ പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്ലാന്റ് സെയിലുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ഞങ്ങൾ കോംബോ ഓഫറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 എണ്ണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 480 രൂപ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ്. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പേ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഫിലോഡെൻഡ്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഫിലോഡെൻഡ്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചപ്പോഴത്തേക്കും അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ അതൊക്കെ തീർന്നു പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ തൈയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഈ ഫിലോഡെൻഡ്ര എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിനാണെങ്കിൽ സൺലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. ചെറിയ രീതി ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ലൈറ്റും മതി. പിന്നെ വെള്ളമാണെങ്കിലും അതിന് അത്യാവശ്യം നല്ല വെള്ളം വേണം. മിക്കപ്പോഴും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇത്രയും മാത്രമേ അതിന് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ വല്ലപ്പോഴും അതിന് കുറച്ച് ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും കൊടുത്താലൊക്കെ മതി. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫിലോഡെൻഡ്രത്തിൻ്റെ വെറൈറ്റി. അടുത്തതായിട്ട് കാണിക്കുന്നത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിന് പല ടൈപ്പ് പേരുകളുണ്ട്. ഫിഷ് ബോൺ പ്ലാന്റ് എന്നും നെവർ പ്ലാന്റ് എന്നും അങ്ങനെ വെറൈറ്റി പേരുകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഈ പ്ലാന്റിന് സാധാരണ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാന്റിൻ്റെ പോലെ തന്നെ ഇതിനും ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. അതുമല്ല കുറച്ച് അത്യാവശ്യം നന്നായിട്ട് വെള്ളവും വേണ്ട ഒരു പ്ലാന്റാണ്. പിന്നെ വല്ലപ്പോഴും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഫിഷ് ബോൺ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ കോംബോ ഓഫറിലുള്ളതാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഇത്രയും ഒരു സൈസിനെ അത് വളരത്തുള്ളൂ. ഇതിന് പൊക്കത്തിൽ അത് വളരത്തില്ല. അതുമല്ല ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇതിനാണെങ്കിൽ മറ്റേത് ഞാൻ നേരത്തെ കാണിച്ച പ്ലാന്റ് എല്ലാത്തിൽ നിന്നും വെറൈറ്റിയാണ്. അതിനാണെങ്കിൽ നല്ല വെയിൽ വേണം. അതുമല്ല അതിന് ചെറിയ രീതിയിൽ വെള്ളം കൊടുത്താൽ മതി. കുറേ വെള്ളമൊക്കെ കൊടുത്താൽ അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്താൽ മതി. പിന്നെ അതിന് നല്ല ഡ്രെയിനിങ് ആയിട്ടുള്ള പോട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് നമ്മളൊരു കാക്ടസ് പ്ലാന്റ് നടാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിനും ചെയ്താൽ മതി. ഇതിന് വലിയതായിട്ട് കെയർ ഒന്നും കൊടുക്കേണ്ട ഒരു പ്ലാന്റ് അല്ല ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അകത്ത് വെക്കാനും ഒക്കെ നല്ലതാണ്. നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. വീടിലൊക്കെ അത് നമ്മൾ കാണുമ്പോഴേ അതിനൊരു നല്ല രസമായിട്ട് അത് നിൽക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് എലിഫൻ്റ് ഇയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഫാമിലി പെടുന്നതാണ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ തുമ്പ് കൂർത്തിരിക്കുന്ന ടൈപ്പ് ഒരു വെറൈറ്റിയാണ് ഈ ഒരു അലോക്കേഷ്യ. അപ്പോൾ ഇതും ആ കോംബോയിൽ പെടുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഫിലോഡെൻഡ്രത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് വളരെ നല്ലൊരു പ്ലാന്റാണ്. എനിക്ക് കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ആ പച്ച കളറിൽ ആ വെള്ള വരയൊക്കെ കാണുമ്പോൾ അത് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ്. ഇതൊന്നും ആണെങ്കിൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ഒന്നും അല്ല ഇതൊക്കെ. അതുമല്ല ഇതിന് മറ്റേ പ്ലാന്റ് പോലെ തന്നെ അതിനും കുറേ സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുമല്ല അതിനാണെങ്കിൽ വെള്ളം പക്ഷെ നന്നായിട്ട് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ഫിലോഡെൻഡ്രത്തിൻ്റെ വെറൈറ്റി. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാന്റ്സൊക്കെ കോംബോ ഓഫർ ഞാൻ കൊടുക്കുന്നത്. കോംബോ ഓഫർ 480 രൂപയ്ക്കാണ് ഞങ്ങൾ കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാന്റ്സ് വേണമെങ്കിൽ ഞങ്ങളോട് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.